ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഫുഡ് കോർണർ. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു കിടിലൻ ചിക്കൻ കറിയാണ്. 1 കിലോ എല്ലോട് കൂടിയ ചിക്കനാണ് ഇതിനെടുത്തിരിക്കുന്നത്. ഒരു 3/4 സ്പൂൺ മഞ്ഞൾപ്പൊടിയും 3/4 സ്പൂൺ മുളക് പൊടിയും അത്ര തന്നെ കുരുമുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും 1 സ്പൂൺ വിനാഗിരിയും ചേർത്ത് നമുക്ക് ഈ ചിക്കൻ പുരട്ടി വയ്ക്കാം. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്കത് മാറ്റി വയ്ക്കാം കേട്ടോ. ഒരു 15 മിനിറ്റ് മാറ്റി വെച്ച് നമുക്ക് തവ അടുപ്പത്ത് വെച്ച് അതിലേക്ക് അല്പം ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അല്പം കരിവേപ്പിലയും ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതും കൂടി ഒന്നിട്ട് വഴറ്റാം. അതൊന്ന് മൂത്ത് കഴിയുമ്പോൾ അതിലേക്ക് ഒരു 3 പച്ചമുളക് ചെറുതാക്കി അരിഞ്ഞത് 3 പച്ചമുളക് ഇട്ട് ഒന്നും കൂടി വഴറ്റാം. അതിൻ്റെ പച്ചമുളക് മാറിക്കഴിയുമ്പോൾ അതിലേക്ക് ഒരു 3 സവാള നീളത്തിലരിഞ്ഞത് ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം. ഒരു ബ്രൗൺ ഷെയ്ഡ് ആവുന്ന വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ബ്രൗൺ ഷെയ്ഡ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലേക്ക് നമുക്കൊരു മീഡിയം ടൈപ്പ് ഇട്ടാം. മീഡിയം ടൈപ്പ് തക്കാളി ഒരെണ്ണം ചെറുതാക്കി അരിഞ്ഞിട്ട് കൊടുക്കാം. ഒന്നുകൂടി വഴറ്റാം. തക്കാളിയുടെ പച്ചമണം മാറുന്നവരെ വഴറ്റിക്കൊണ്ടിരിക്കണം. തക്കാളിയുടെ പച്ചമണം മാറിക്കഴിയുമ്പോൾ നമുക്കതിലേക്ക് ഇതിലേക്ക് വേണ്ട മസാലകളെല്ലാം മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ ഗരം മസാലപ്പൊടി, ഒരു 3 സ്പൂൺ മല്ലിപ്പൊടി, അതിൻ്റെ കൂടെ 1 സ്പൂൺ ചിക്കൻ മസാലയും കൂടി ചേർത്ത് കൊടുക്കാം. മുളക് പൊടി നമ്മൾ നേരത്തെ ചേർത്തുകൊണ്ടാണ് 1/2 സ്പൂൺ എടുത്തിരിക്കുന്നത്. അതുപോലെ കുരുമുളക് പൊടി നേരത്തെ നമ്മൾ ചേർത്ത്, അതുകൊണ്ട് ഇപ്പോൾ ചേർക്കേണ്ട ആവശ്യമില്ല. അതൊക്കെ ഓപ്ഷനിലാണ്, നമുക്ക് ഇനി വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. നന്നായി അരപ്പ് മൂത്ത് കഴിയുമ്പോൾ അതിലേക്ക് നമ്മുടെ മാഗ്നേറ്റ് ചെയ്ത് വയ്ക്കാൻ ചിക്കൻ ഒന്നിട്ട് ഇളക്കി കൊടുക്കാം. നന്നായി ഇളക്കാം. ആ അരപ്പെല്ലാം എല്ലായിടത്തും എത്തണം. എന്നിട്ട് നമുക്ക് 1 മിനിറ്റ് ഒന്ന് മൂടി വയ്ക്കാം. അത് മൂടി വെച്ച് ഒരു മീഡിയം ഫ്ലെയിമിൽ 1 മിനിറ്റ് തിള വന്നു കഴിയുമ്പോൾ ഒന്ന് ഇളക്കി കൊടുക്കാം. അതിലേക്ക് ഒരു 2 ചെറിയ പൊട്ടറ്റോ 4 കഷ്ണം വീതമാക്കി അതിലേക്ക് ഇട്ടൊന്ന് ഇളക്കാം. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഒന്നുകൂടി നമുക്കൊന്ന് മൂടി വയ്ക്കാം കേട്ടോ. ഒരു 5 മിനിറ്റ്, മാക്സിമം 5 മിനിറ്റ്. ഫുൾ ഫ്ലെയിമിലായിക്കോട്ടെ. എണ്ണ മുകളിൽ തെളിഞ്ഞെന്ന് തോന്നുമ്പോൾ ഒന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം ഒരു 1/2 മുറി തേങ്ങ 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് അടിച്ച് ഫസ്റ്റ് പാൽ 1 ഗ്ലാസ് ഇത് ചേർത്ത് കൊടുക്കാം.
ഫസ്റ്റ് പാൽ മാത്രം എടുത്താൽ മതി. അര ഗ്ലാസ് വെള്ളം ചേർത്ത് വേണം തേങ്ങ അടിക്കാൻ. തേങ്ങാപ്പാൽ ചേർത്ത് 1 മിനിറ്റ് മാത്രം തിളച്ചാൽ മതി. കൂടുതൽ തിളപ്പിക്കരുത്. തേങ്ങാപ്പാൽ ഒഴിച്ചാൽ കൂടുതൽ തിളയ്ക്കരുത്. 1 മിനിറ്റ്. ഉപ്പെല്ലാം കറക്റ്റ് ചെയ്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അതിലേക്ക് അല്പം മല്ലിയില ചേർത്ത് ഒന്ന് ഗാർണിഷ് ചെയ്യാം. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. Thanks for watching the video. Bye.